സമയം ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ജൂലൈ 19. അതായത് ഞാൻ 5 ദിവസമായിട്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ വീഡിയോ ഇടുകയാണ്. അപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങി. അപ്പോൾ ഇനിയും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇപ്പം 3 റൂൾസാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് 3 റൂളും എനിക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റി. പക്ഷേ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ അഡിക്ഷനാണ്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആവശ്യമുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം രാവിലെ എണീറ്റാൽ ഇൻസ്റ്റഗ്രാം, ഫുഡ് കഴിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം, രാത്രി ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ എന്താണ് സ്നാപ്പ്, എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ നമ്മൾ എത്ര ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ ചെയ്തെന്ന് പറഞ്ഞാലും പ്രോപ്പറായിട്ട് അത് വർക്കാവണമെന്നില്ല. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. 2026 നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് പല കാര്യങ്ങളും നെസസിറ്റിയാണ്. ഇപ്പോൾ വാട്സാപ്പ് പോലുള്ള മെസ്സേജിങ് ആപ്പ്, അതായത് നമ്മൾ പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്നുണ്ടായിരിക്കും, അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം അതിലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്ന് പുറത്തു വരാനായിട്ട് പറ്റുമോ ഇല്ലയെന്ന് കണ്ടറിയാനാണ് പറ്റുള്ളൂ. എനിക്കിപ്പോൾ തോന്നുന്നത് വാട്സാപ്പിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ വേണ്ടി പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അത്രയും സോഷ്യലി ഡിസ്കണക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുള്ളൂ എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഗ്രൂപ്പ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ നമ്മളൊന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കൺസ്യൂം ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതുമായ കണ്ടൻസ് എന്ന് പറയുന്നത് ചില സമയത്ത് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള കണ്ടൻസാണ്. നമുക്ക് എൻ്റർടൈൻമെൻറ്റിനേക്കാളും പുറമേ നിന്ന് ഫ്രസ്ട്രേഷൻ, അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ നമ്മളിത് കണ്ട് 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 ഈ ഡോപ്പമിൻ ഹിറ്റായിട്ടാണെന്ന് തോന്നുന്നു. സ്ട്രെസ്ഡ് ആവുമെന്ന് ഞാൻ ഇങ്ങനെ എവിടെയോ വായിച്ചായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ച് ഞാൻ ഇൻസ്റ്റഗ്രാം കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഏകദേശം ഒരു 50 മണിക്കൂർ പോട്ടെ, 48 മണിക്കൂർ 2 ദിവസം ഫുള്ളി ബ്രേക്ക് എടുക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ. ഞാൻ ഇതിന് മുമ്പും ബ്രേക്ക് എടുത്തിട്ടുണ്ട്, എനിക്കതൊക്കെ എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ലൈഫിൽ പിന്നെ നമ്മൾ ഈ ഒറ്റയിരുന്ന ടൈമിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേറൊന്നും ഇല്ലല്ലോ. ബോർഡം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണിപ്പോൾ എൻ്റെ പ്രശ്നം. നിങ്ങൾക്കും അങ്ങനെയാണോ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ 2 ദിവസത്തെ ഒരു ബ്രേക്ക് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എടുത്ത് നോക്കാം. എന്നിട്ട് നമ്മളെ മൈൻഡ് ഫ്രീ ആവുകയാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോവാം. സത്യം പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ആവശ്യമുണ്ടോ? കുറച്ച് ഇൻസ്റ്റഗ്രാം റീൽസ്, കുറേ സ്പോൺസേർഡ് ആഡ്സ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബിസിനസ് സെല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അൺലെസ് നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും അറ്റ് ലാസ്റ്റ് ഈ സിസ്റ്റത്തിൻ്റെ ട്രാപ്പിലോട്ട് വന്ന് കിടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് 2026 നമുക്ക് ഡീടോക്സിഫിക്കേഷൻ ചെയ്ത് 2028 ആകുമ്പോഴത്തേക്കും നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള പേഴ്സണായി മാറാൻ പറ്റുമോ ഇല്ലയെന്ന്. കാരണം ഇപ്പോൾ 2026 7ാം മാസമായിട്ട് ജൂലൈ മാസത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഇനി നമുക്കാകെ 5 മാസമേ ഉള്ളൂ 2027 ആവാൻ. 2027 ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോറി, ഇതിനകത്തല്ല ഇൻസ്റ്റഗ്രാം. ഞാൻ ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്ന ഫോണിലാണ് എനിക്ക് ഇൻസ്റ്റഗ്രാം ഉള്ളത്. പിന്നെ യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ സ്ഥിരം വീഡിയോ ഇടുകയല്ലേ, അപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റഗ്രാം
യൂട്യൂബ് തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഡിജിറ്റൽ വെൽബീയിങ് വെച്ചിട്ട് മാക്സിമം ഒരു ½ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണ് ഇനിഷ്യൽ ഡേയ്സ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ എന്തായാലും ആദ്യത്തെ 2 ദിവസം ഞാൻ ചെയ്യുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റഗ്രാം ഡിലീറ്റ് ചെയ്യില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളെ മൈൻഡിൽ അഫക്റ്റ് ആവുന്നത് നോക്കട്ടെ. പിന്നെ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെയാണ് ഫ്രണ്ട് സർക്കിളിൽ നമുക്ക് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ അവരോട് ടൈം സ്പെൻഡ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഫാമിലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസോ എന്തെങ്കിലും സ്പോർട്സോ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകും. അതായത് നമുക്ക് സ്ട്രെസ്സ് തരുന്ന ഇൻസ്റ്റഗ്രാം പോലുള്ള സംഭവങ്ങളും, പിന്നെ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ ആൻസൈറ്റി, നമ്മളെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ്റെ സംഭവമൊക്കെ നമ്മൾ കുറച്ച് സമയത്തേക്ക് നമ്മൾ മറക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം എന്ത് കാര്യമാണെങ്കിലും, ഈ ഫ്രീ ടൈമിൽ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും നമുക്കത് ആസ്വദിക്കാൻ വേണ്ടി പറ്റണം. എന്നാലേ നമുക്ക് അതിനകത്തൊരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ നമുക്കിപ്പം എനിക്ക് കുറച്ച് സമയമുണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്കതിനകത്ത് ബെറ്റർ ആകാൻ വേണ്ടി പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.